ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ വൈകുന്നേരം ഒരു 6:30 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ വളവനാട് പോവുകയാണേ. ഒരു കല്യാണമുണ്ട്. അപ്പം എൻ്റെ വീട്ടിൽ ചെന്നിട്ട് വേണം കല്യാണ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എൻ്റെ വീടിനടുത്ത് തന്നെയാണ് കല്യാണ വീട്. ചേട്ടായിയുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണമാണ്. അപ്പോൾ വീട്ടിൽ ചെന്ന് എല്ലാവരും ഒക്കെ ആയിട്ട് കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കല്യാണ വീട്ടിലേക്ക് പോയത്. കല്യാണ വീട്ടിൽ ചെന്നെങ്കിലും പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ സാഹചര്യങ്ങൾ കുറവായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അതേ കൂടുതലും സമയം ചിലവഴിച്ചത് വീട്ടിൽ തന്നെ ഇരുന്ന്. വീട്ടിൽ വന്നിട്ട് അച്ഛൻ, അമ്മ, ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം മോൻ പറഞ്ഞ് ഫോട്ടോ എടുക്കാം, വീഡിയോസൊക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് റെഡിയായൊക്കെ ഇരുന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്താണ് കേട്ടോ. അപ്പോൾ കല്യാണ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. രാത്രി തന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഏകദേശം ഒരു 8-8:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം കല്യാണത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ മോൻ പോയി പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായിയുടെ പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഫോട്ടോയൊക്കെ എടുത്ത്, അപ്പോഴും ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ പെങ്ങളും അമ്മയും പെങ്ങളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാനും പിന്നെ ഞങ്ങൾ ഇന്നൊരു ഫോട്ടോ എടുത്തു. പിന്നെ മോളും അനുവിനെയും കൂടെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഓട്ടോ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. വളവനാട് അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇന്നലെ പോയപ്പോൾ വീട്ടിലൊക്കെ കയറിയത് കൊണ്ട് ഇന്ന് വീട്ടിലേക്ക് പോകുന്നില്ല, നേരെ അമ്പലത്തിലേക്കാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ഓട്ടോയിൽ പോയിട്ട് വേണം. പിന്നെ മോനും വൈഫും കൂടെ 2 വീലർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ദേ അമ്പലത്തിലെത്തി. അപ്പോൾ പെണ്ണിറങ്ങാൻ വേണ്ടിയിട്ട് പഴത്താലം കൊണ്ടുവന്ന് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ ദേ പെണ്ണ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വളവനാട് അമ്പലം. അമ്പലത്തിൽ കുറച്ച് പണിയൊക്കെ, ഫ്രണ്ടിൽ കുറച്ച് പണിയൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. എന്നാലും മണ്ഡപം ഇവിടെ ഇണക്കി, അമ്പലത്തിൻ്റെ വാതിക്കത്തിന് മണ്ഡപം ഇണക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണമെല്ലാം കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടെ നിന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാണ്. അപ്പോൾ അമ്മയും അനിയത്തിയുണ്ട്, നാത്തൂനുണ്ട്, അനിയനും മോൻ, ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് കാണുമ്പോൾ ഉള്ള സന്തോഷം. പിന്നെ ഞങ്ങൾ കളിത്തട്ടയിൽ പോയി കുറച്ച് സമയം ഇരുന്ന് അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമല്ലേ. പിന്നെ അതേ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് വളവനാട് അമ്പലത്തിൻ്റെ തെക്കു ഭാഗമാണിത്, അവിടുത്തെ ഗ്രൗണ്ടാണിത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് പണി നടക്കുന്നത്. വളവനാട് അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്തും നല്ല ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അവിടെയാണ് ഉത്സവത്തിന് സ്റ്റേജൊക്കെ കിട്ടുന്നത്. പിന്നെ കുറച്ച് കിഴക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഹൈവേ ആണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ അമ്പലത്തിൻ്റെ വാതിക്കത്തിന് തന്നെ ബസ് ഇറങ്ങിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ കളിത്തട്ട ഇരിക്കാൻ നല്ല രസമായിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ ലാസ്റ്റ് ആണ് പോയി സദ്യയൊക്കെ കഴിച്ചത്. സദ്യ കഴിച്ചതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കൂട്ടുകാരെ. പിന്നെ ഉപ്പേരിയൊക്കെ വറുത്തത് നമുക്ക് ഇലയിലല്ല വിളമ്പിയത്, പാക്ക് ചെയ്തിട്ടായിരുന്നു. ശർക്കര വരട്ടിയും ചിപ്സും എള്ളുണ്ട, ഉണ്ണിയപ്പം, പരിപ്പുവട, ഇത്രയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതെൻ്റെതാണ്. എൻ്റെ പാക്കറ്റ് ഞാൻ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ പൊട്ടിച്ച് കഴിച്ചപ്പോൾ ചേട്ടായിക്ക് കിട്ടിയതും കൂടെ കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു.
അപ്പോൾ 2 ഓട്ടോയിലായിട്ടാണ് പോകുന്നത്. ആൾ കൂടുതലായിരുന്നേ. അപ്പോൾ ആൾ കൂടുതലെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയതുപോലല്ല, ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ അനിയത്തിയും അനിയനും മോനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിയും മോനും ഞാനും മോളും കൂടെ ഓട്ടോയിൽ നേരത്തെ പോകുന്നേ. മറ്റവരെല്ലാവരും പുറകെ വന്നത്. അപ്പോൾ ഞങ്ങളേലും മുന്നേ തന്നെ ഞാൻ വീടിൻ്റെ താക്കോല് കൊടുത്ത് വിട്ടിട്ട് മോനും വൈഫും കൂടെ നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓട്ടോയിൽ വന്നത്. അപ്പോൾ അതേ ഞങ്ങൾ വീട്ടിൻ്റെ വാതിക്കൽ വന്ന് ഞങ്ങൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരത്തെ വന്നതിന് കാരണമുണ്ട്. നമുക്ക് അടുക്കളയിൽ എക്സോസ്റ്റ് കംപ്ലൈൻ്റ് ആയി പോയായിരുന്നല്ലോ. അപ്പോൾ അത് പഴയത് മാറ്റിയിട്ട് പുതിയത് വെക്കണമായിരുന്നു. അപ്പോൾ അതിന് ആൾ വരുമ്പോൾ നമുക്ക് വീട്ടിൽ ആൾ വേണമല്ലോ. അപ്പോൾ മോനെ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടത് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ നിന്ന് തന്നെ വീട്ടിലോട്ട് പോകുന്നത്. ഇപ്പോൾ അതേ മോളും അനിയൻ്റെ മോനും കൂടെ റോഡിൽ വണ്ടി ഓടിച്ച് നോക്കിയാണേ. മോൾക്ക് ലൈസൻസ് കിട്ടിയതാണ്, എന്നാലും റോഡിൽ അധികം പ്രാക്ടീസൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ആകുമ്പം നന്നായിട്ട് ഓടിക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ 2 പേരും ഓടിച്ചൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അടുക്കളയിൽ എക്സോസ്റ്റ് ഫാൻ വയ്ക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയത് നീക്കം ചെയ്യണം, പുതിയത് അത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ചായയൊക്കെ ഇട്ട് എല്ലാവർക്കും ചായ ഒക്കെ കൊടുത്ത് ചായ കൂടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പിരിയാനുള്ള സമയമൊക്കെ ആയി. ഏകദേശം ഒരു 5 മണിയാകുമ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് പോകാനായിട്ടൊക്കെ റെഡിയായി. അപ്പോൾ നാത്തൂൻ്റെ മക്കൾ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരും ഉണ്ട്. ഇവർക്ക് കളവങ്കോടാണ് പോകേണ്ടത്. അനിയത്തിയുടെ വീട് കളവങ്കോടാണ്. അപ്പോൾ അവർക്ക് ഒരു വണ്ടിയെ 3 പേർക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് മോനാണ് അനിയത്തിയെ കൊണ്ടുപോയത്. പിന്നെ അവരച്ഛനും മോനും കൂടെ അവരുടെ വണ്ടിയിലും കൂടെ പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.